എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരൻ റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. വഴുതനങ്ങ കൊണ്ടുള്ള തോരനാണ്. അതിനായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വഴുതനങ്ങ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. തോരനെ നമുക്കിഷ്ടമുള്ള രീതിയിൽ അരിഞ്ഞെടുക്കാവുന്നതാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഈ ഒരു ടിപ്പ് വഴുതനങ്ങ വേവിക്കുമ്പം കുഴഞ്ഞു പോകുന്നത് ഇഷ്ടമില്ലാത്തവരുണ്ട്, അവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അങ്ങനെയുള്ളവർ മാത്രം ഈ ഒരു ടിപ്പ് ചെയ്താൽ മതി. അല്ലാത്തവർ ഈ ഒരു ഭാഗം ഒഴിവാക്കാവുന്നതാണ്. ഞാൻ ഉപ്പ് എല്ലാം ഇട്ട് ഒന്ന് യോജിപ്പിച്ച് ഒരു 10-15 മിനിറ്റ് നേരം ഇങ്ങനെ തന്നെ വെച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ ശേഷം ഈ വഴുതനങ്ങ നമുക്ക് ഈ ഉപ്പിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം. കൈവച്ച് നന്നായിട്ട് ഇതിനെ ഒന്ന് ആ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യേണ്ടവർക്ക് സ്കിപ്പ് ചെയ്യാം. പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരുപാടങ്ങ് വഴുതനങ്ങ കുഴഞ്ഞിരിക്കുന്നത് മക്കൾക്കൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് മാത്രം ഞാൻ ഈ ഒരു ടിപ്പ് ചെയ്തെടുക്കുന്നതാണ്. കണ്ടോ, ഇത്രയും വെള്ളം ആ വഴുതനങ്ങയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ആ വെള്ളം ഞാനങ്ങ് കളയുകയാണ്. ഇനി നമുക്ക് വഴുതനങ്ങയെല്ലാം തോരൻ വെച്ച് എടുക്കാം. അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇഷ്ടമുള്ള എണ്ണ ഏതാണോ അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. എണ്ണ ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 സവാളയും എരിവിനനുസരിച്ചുള്ള പച്ചമുളകും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം. ഞാനൊരു 5-6 വഴുതനങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനാണ് ഞാൻ ഈ 2 സവാള എടുത്തിരിക്കുന്നത്. സവാളയുടെ എണ്ണം കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാവുന്നതാണ്. ഇതിലേക്ക് ഒരു 2 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൊത്തി അരിഞ്ഞതും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തോരനൊക്കെ ആകുമ്പോൾ ഒരുപാടങ്ങ് വഴറ്റിയെടുക്കണമെന്നില്ല. സവാള ഒന്ന് വാടി വന്നാൽ മാത്രം മതി. ഈ സമയത്ത് കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. സവാള ഒന്ന് വാടി തുടങ്ങിയപ്പോൾ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുവാണ്. ഇനിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2 കോഴിമുട്ടയാണ്. കോഴിമുട്ട നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ചിക്കി എടുക്കാവുന്നതാണ്. കോഴിമുട്ടയൊക്കെ നന്നായിട്ടൊന്ന് ചിക്കി തോർത്തി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന വഴുതനങ്ങ ചേർത്ത് കൊടുക്കുക. ഇനി ഒട്ടും വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കരുത്. ചെറു തീയിൽ വെച്ച് വേവിച്ചെടുക്കുക. ഉപ്പുണ്ടോ നോക്കണം. ഉപ്പില്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അടച്ചു വെച്ച് ഒരു 5-8 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് വെന്ത് കിട്ടുമേ. ചെറു തീയിൽ വെച്ച് തന്നെ വേവിക്കണം. ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല. കണ്ടല്ലോ, നല്ല ഒട്ടും കുഴയാതെ നല്ല വഴുതനങ്ങ റെസിപ്പി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുവാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച ശേഷം തീ ഓഫ് ചെയ്യാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വഴുതനങ്ങ റെസിപ്പി തയ്യാറായിട്ടുണ്ട്. ഇന്നത്തെ ഈ ഒരു വഴുതനങ്ങ മുട്ട തോരൻ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.